ഹേയ് ഗായ്സ്, ഇന്നൊരു കിടിലായിട്ട് ഉണ്ടാക്കിയല്ലോ. ഈ സാധനം കുടിക്കുമ്പോൾ വരെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം. എൻ്റെ അനിയനിക്ക് ഒന്നും ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമല്ല. ബട്ട് ഇത് കുടിച്ചപ്പോൾ എന്നോട് കുറച്ചുകൂടി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അത്രയും ടേസ്റ്റിയാണ്. അതിനായിട്ട് എത്രയാണോ ആൾക്കാരുള്ള അത്രയും പാല്. ആദ്യം പാലെടുത്ത് കുറവായിരുന്നു, പിന്നെ കുറച്ച് പഞ്ചസാരയുടെ ആവശ്യത്തിന്. പിന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് 2 പീസ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ബാക്കിയുള്ളത് അരിപ്പ വെച്ചിട്ട് ഒന്ന് കുറുക്കി, അതായത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിക്കുകയെന്ന് വെച്ചാൽ ജ്യൂസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അടിയിലെത്തുമ്പോൾ പിങ്ക് കളറാവും. പിന്നെ അതിൻ്റെ കുരു ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. കടിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. കൈകൊണ്ട് അരച്ചാൽ നല്ലപോലെ അരയിൽ വെച്ചിട്ട് ഞാൻ അമ്മിക്കല്ലൊക്കെ എടുത്തിട്ടാണ് അരച്ചത്. ലാസ്റ്റ് 2 പാകത്തിനാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഇതിൻ്റെ മിൽക്ക് കാണാൻ. അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, കുടിക്കാൻ നല്ല രുചിയാവും. അപ്പോൾ നല്ല ടേസ്റ്റിയുമാണ്. തണുത്ത പാലെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചൂടുള്ള പാലായിരിക്കാം കുറച്ചുകൂടി ബെറ്റർ. ആ പഞ്ചസാരയ്ക്ക് ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനിടയിൽ അതങ്ങോട്ടേക്ക് അരിഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മുടെ സ്പൂൺ വെച്ചിട്ട് 2 അലക്കലും അങ്ങോട്ടേക്ക് അലക്കി കൊടുക്കുക. നമുക്ക് ഒരു വെള്ള കളറ് ആണ്ട് ഉന്തി മാറ്റാൻ, എന്നിട്ടും അരക്കാൻ ഇങ്ങോട്ടേക്ക് തുടങ്ങുക. അങ്ങനെ തുടങ്ങി അങ്ങനെ കുറേ നേരം ഇട്ടിട്ട് ഇതിങ്ങോട്ടേക്ക് അരഞ്ഞ് വരണ്ടേ. എന്തേലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങോട്ടേക്ക് അരക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ എന്ന് പറഞ്ഞേക്ക് ഇവിടെ എത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ചില്ലറ പണിയൊന്നുമല്ല. അത് ഞാൻ കുറേ നേരം ഇട്ട് അലക്കിയതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. സംഭവം സാധനം അതാണ്. പിന്നെ കുറേ ഇതാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്നാവും. ഏകദേശം കഴിയാനായി. അപ്പോഴേക്കും നമ്മുടെ ഇത് വൈറ്റ് കളർ പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കുലുക്കി അങ്ങോട്ടേക്ക് ആക്കി കൊടുത്തു. പിന്നെയും അടുത്തത് എടുത്തിട്ടാട്ടോ ചെയ്യുന്നത്. അടുത്തത് ഇട്ടിട്ട് അമ്മിക്കല്ലിലിട്ട് 2 അരയും കൂടി അങ്ങോട്ട് കൊടുത്തു. പക്ഷെ അത് പെട്ടെന്ന് അരിഞ്ഞു പോയല്ലോ. ഇപ്പം എന്തുണ്ടായി എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ സാരമില്ല, കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ആണെങ്കിൽ അമ്മിക്കുറ്റുമ്മ ഒക്കെ കൂടി അങ്ങോട്ടേക്ക് ഒട്ടി പിടിച്ചിട്ട് മനുഷ്യക്ക് പ്രാന്തായി എന്ന് വേണമെങ്കിൽ പറയാം. സ്പൂണിട്ട് അലക്കേണ്ടി വരെ ഗതികേട് വന്നില്ല. അരയണില്ല, പിന്നെയും അരയണില്ല. ബട്ട് സാധനം എന്തായാലും അടിപൊളിയാണ്. കുടിച്ച് നോക്കിയിട്ട് പറയട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള എന്തോന്ന് പറയാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കളറും അടിപൊളി, ഒരു പിങ്കിഷ് കളറ്. നല്ല കളറുമായിരുന്നു, ഭയങ്കര ക്യൂട്ടുമായിരുന്നു. എന്തെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് പൊളിയാണ്. അങ്ങനെ വീണ്ടും അലക്കി ആ പാലിൻ്റെ കണ്ടൻസി ഉണ്ടാവുന്നത് കുറച്ച് നല്ലതാണ് കേട്ടോ. കുറയാതെ. ഇനി വീട്ടിൽ പാലില്ലാത്തവരാണെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ടാക്കിയാലും മതി. പാലിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ബട്ട് നല്ല ടേസ്റ്റാണ്. നോട്ട് ദ പോയിൻറ്റ്. ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമല്ലാത്ത അനിയൻ വരെ എടുത്ത് കുടിച്ചു. ഇനിയും വേണം പറഞ്ഞു. പിന്നെ അതങ്ങോട്ടേക്ക് കലക്കിയെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഷോ കാട്ടി. പറയുകയാണ് ഒന്നുകൂടി, ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമല്ലാത്ത അനിയൻ വരെ ഇത് കുടിച്ചിട്ട് ഇനിയും വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇല്ലാത്തതുകൊണ്ട് കൊടുത്തില്ല, മിണ്ടാതിരിക്കുന്നു ആൾ പറഞ്ഞു. കലക്കി കുറേ നേരമായല്ലോ. എന്തായാലും എനിക്കിഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.